പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ബാലറ്റ് പെട്ടികളും തെരഞ്ഞെടുപ്പ് ശേഖരങ്ങളും വർഷങ്ങളായി സൂക്ഷിക്കുന്ന ഒരാളുണ്ട് കോഴിക്കോട്. ബിലാത്തിക്കുളം സ്വദേശി വികാസ് ആണത്. കാണാം വികാസിന്റെ പുരാവസ്തു ശേഖര കാഴ്ചകൾ. 1951 പൊതു തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ച ബാലറ്റ് പെട്ടിയാണ് വികാസിന്റെ പക്കലുള്ള മൂല്യമേറിയ ശേഖരങ്ങളിലൊന്ന്. ആൽവിൻ കമ്പനി നിർമ്മിച്ച ഇരുമ്പ് കൊണ്ടുള്ള കൊച്ചു ബാലറ്റ് പെട്ടിയിൽ 100ഓളം ബാലറ്റ് പേപ്പറുകൾ ഇടാനുള്ള സൗകര്യമുണ്ട്. 1960കളിൽ ഉപയോഗിച്ചിരുന്ന ബാലറ്റ് പെട്ടികളും വികാസിന്റെ കൈവശമുണ്ട്. തിരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചിരുന്ന ഉച്ചഭാഷിണികളും കൗതുകമുണർത്തുന്നവയാണ്. പഴയകാലത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നങ്ങൾ അടയാളപ്പെടുത്തിയ ബാഡ്ജുകളുടെ ശേഖരവും വികാസിന്റെ പക്കലുണ്ട്. ഞാൻ എൻ്റെ സ്കൂൾ കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് നാണയങ്ങളും സ്റ്റാമ്പുകളും ശേഖരിച്ചിട്ടാണ് തുടക്കം. അതിനുശേഷം ഇപ്പോൾ ഒരു 15 വർഷമായിട്ട് ഇതിൽ പൈതൃക വസ്തുക്കളെ സംരക്ഷിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ആണ് ഇപ്പോൾ ഈ വസ്തുക്കളെല്ലാം ശേഖരിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് ഇപ്പോൾ ഇലക്ഷൻ, അതായത് നമ്മുടെ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണെങ്കിൽ ഇപ്പോൾ വോട്ടിംഗ് മെഷീനും ഒക്കെയാണ് ഉള്ളത്. അതേപോലെ മൈക്ക്, സ്പീക്കറുകളൊക്കെയാണ് പുതിയ കാലഘട്ടത്തിൻ്റെ കാര്യങ്ങൾ. പഴയ തലമുറകൾ എന്തൊക്കെ ഉപയോഗിച്ചു എന്നുള്ളത് പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുകയും അവരോട് ഇതിനെക്കുറിച്ച് പഠിക്കാനുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ഇതിനൊക്കെ എക്സിബിഷന് കണ്ടക്ട് ചെയ്യുക, സെമിനാറുകൾ കണ്ടക്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ് എൻ്റേത്. പഴയകാലത്തെ നാണയങ്ങളും സ്റ്റാമ്പുകളും വാച്ചുകളും ഗ്രാമഫോണുകളും എല്ലാം വികാസിന്റെ ശേഖരത്തിലുണ്ട്. സ്കൂളുകളിലും കോളേജുകളിലും പുരാവസ്തു പ്രദർശനവും വികാസ് സംഘടിപ്പിക്കാറുണ്ട്. പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തുക. ജനം, കോഴിക്കോട്.